angels, എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Ash. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ്. അതിന് മുന്നേ ഒരു ഡിസ്ക്ലെയിമർ പറഞ്ഞോട്ടെ, തൊട്ടപ്പുറത്തെ വീട്ടിൽ നമ്മുടെ സ്വന്തം കസിന്റെ വീട്ടിൽ എന്തോ തകൃതിയായിട്ട് മെയിൻ്റനൻസോ എന്തോ പണി നടത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദിവസം അതുണ്ടായിരുന്നില്ല. കറക്റ്റ് ഇപ്പൊ ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന്റെ ബഹളം ഞാൻ വിൻഡോസ് ഒക്കെ ക്ലോസ് ചെയ്ത് ഫാൻ ഓഫ് ചെയ്തിട്ടാണ് ഇരിക്കണമെങ്കിൽ അറിയാൻ പോലെ എന്താവുന്നു വട്ടേവർ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സിന്റെ ഫസ്റ്റ് ഇംപ്രഷനും ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. മേക്കപ്പ് ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യാനുള്ള വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. സോ എന്റെ കയ്യിൽ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പൊ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണെന്ന് വെച്ചാൽ സ്റ്റേക്ക് വോക്കിന്റെ ഉണ്ട്, എൻവൈബി ഉണ്ട്, പേർപ്പിൾ ഉണ്ട്. അപ്പോൾ ഇതിൽ ആക്ച്വലി ലോക്ക്ഡൌണിന് മുന്നേ എനിക്ക് കിട്ടിയതാണ് കേട്ടോ. പക്ഷെ നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ഒന്നും തന്നെ ആ സമയം ചെയ്തില്ലല്ലോ, ഹോൾ കൈൻഡ് ഓഫ് വീഡിയോസ് ഒക്കെ ഒന്നും. ഇപ്പോഴും ഞാനിപ്പോ നാട്ടിലേക്ക് വന്ന സമയത്ത് ഞാൻ സഫീഷ്യന്റ് ആയിട്ടുള്ള മേക്കപ്പ് എടുത്തിട്ട് വന്നു എന്നാണ് വിചാരിച്ചത് നമ്മുടെ വീഡിയോസിന് വേണ്ടത്. പക്ഷെ ഇല്ലെന്ന് ഇവിടെ എത്തിയതിനു ശേഷമാണ് ആ ദയനീയമായ സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഉള്ളതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒത്തിരി സംസാരിച്ച സമയങ്ങളുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ദി വീഡിയോ. അപ്പൊ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ സ്റ്റേക്ക് വർക്കിന്റെ പ്രൈമർ ഓയിൽ ആണ് കേട്ടോ. ഫസ്റ്റ് ബേസ് പ്രൈമർ ഓയിലും ഈ പ്രൈമർ ഓയിലാണ് ഞാൻ ഇത് മേക്കപ്പിന്റെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് അന്ന് ഞാനായിരുന്നു ആദ്യമായിട്ട് ഈ സാധനം യൂസ് ചെയ്തത് കേട്ടോ. അപ്പൊ എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ മേക്കപ്പ് നന്നായിട്ട് ഇത് ഹോൾഡ് ആവുന്നുണ്ട്. ബട്ട് ദ തിങ് ഈസ് നമ്മുടെ ഈ ഓപ്പൺ പോഴ്സും അങ്ങനത്തെ സാധനമൊന്നും ഇത് അടക്കില്ല ഓയിൽ ആയതുകൊണ്ട്. പക്ഷെ ഒരു സ്മൂത്ത് ബേസ് റെഡിയാണ് നമ്മുടെ എന്താ പറയാ, നമ്മുടെ സ്കിന്നിലൊരു ഫൗണ്ടേഷൻ ഒക്കെ ഇടാൻ വേണ്ടിയുള്ള സ്മൂത്ത് ബേസിന് ഈ സാധനം ബെസ്റ്റ് ആണ്. ഹ്യൂമിഡ് ക്ലൈമറ്റ്, എക്സ്ട്രീം ചൂടത്ത് ഇത് യൂസ് ചെയ്യുന്നത് അത്ര വലിയ നല്ല ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇറ്റ് ഇസ് എ വെരി ഗുഡ് പ്രൊഡക്റ്റ് കേട്ടോ, നല്ല പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പൊ ഇതൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവേ. രക്ഷയില്ല മക്കളെ, രക്ഷയില്ലടാ, ചൂടെടുത്താ. ഓക്കെ, ഇപ്പൊ നമ്മുടെ പ്രൈമർ ഓയിൽ ജസ്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ റാൻഡം ഫൗണ്ടേഷൻ ആണ് ഇടുന്നത്. ബിക്കോസ് എന്റെ കയ്യിൽ പുതിയ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫൗണ്ടേഷൻസ് ഒന്നും തന്നെ ഇല്ല. യെസ്, നമ്മളിപ്പോ ഫൗണ്ടേഷനും കൺസീലറും ഇട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഇട്ട് വരും. ഇനി നമ്മളൊരു കൺസീലർ പാലറ്റ് ആണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് പേർപ്പിളിന്റെ അത്യാവശ്യം പുതിയതാണ്, കട്ട പുതിയ ലോഞ്ച് എന്നല്ല പറയണത്, നല്ല അത്യാവശ്യം ഒരു ന്യൂ ലോഞ്ച് ആണ്. ഇവരുടെ കളർ കറക്റ്റേഴ്സ് എന്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഉള്ളതാണ് ഈ കൺസീലർ പാലറ്റ് കേട്ടോ. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കളർ കറക്ഷൻസ് ഒക്കെ ചെയ്യാം. ബിക്കോസ് ഈ ഓറഞ്ച് കളർ വെച്ച് നമുക്ക് എവിടെയെങ്കിലും ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ, എക്സ്ട്രീം ഡാർക്ക് സർക്കിൾസ് ഇല്ലേ, ഇപ്പൊ നിങ്ങൾക്ക് ചിലർക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ കൺസീലർ വെച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ആഷി ലുക്ക് വരില്ല. അപ്പൊ അത് ക്യാൻസൽ ഔട്ട് ചെയ്യാനാണ് ഈ ഒരു കളർ കറക്ടർ. അപ്പൊ ഞാൻ ഇന്ന് ഇതാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണത്. ഞാൻ ഏത് കളറാണ് എനിക്ക് മാച്ചിങ് നോക്കുകയാണ്. അപ്പൊ ഇത് മതിയായിരിക്കുന്നതാണ്. ഇത് വെച്ചിട്ട് ഞാൻ കൺസീലർ ഞാൻ കോൺടോർ ആണ് ചെയ്യാൻ വേണ്ടി പോണത്. എന്റെ സ്കിന്നിലുള്ള കൺസീലർ ഷെയ്ഡ് അതിൻ്റെ അകത്ത് ഇല്ല. അപ്പൊ ഞാൻ കോൺടോർ ചെയ്യാൻ പോണേ. ഇതിന്റെ അടിയിലത്തെ കളർ എടുത്ത് നോക്കാം അല്ലെ, കാണില്ലല്ലോ. ഞാൻ കോൺടോർ ചെയ്യാൻ വേണ്ടി വരച്ചിട്ടുണ്ട്. ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കട്ടെ. ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ അവസ്ഥ എങ്ങനെയാണ് പോണെന്ന് നോക്കട്ടെ. അപ്പൊ ക്രീം കൺസീലേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ വേണമെങ്കിൽ ബ്രഷ് വെച്ച് ചെയ്യാം, തെറ്റൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇത് വെച്ച് ചെയ്യാം, ബ്യൂട്ടി ബ്ലെൻഡർ. ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പൊ ഇപ്പൊ ഞാൻ ഏകദേശം എന്റെ ഫേസ് നന്നായിട്ട് കോൺടോർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോൺടോർ പാലറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അധികം പ്രൊഡക്റ്റും വേണ്ട, വളരെ കുറച്ച് പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് തന്നെ നന്നായിട്ട് നമുക്ക് കോൺടോർ ചെയ്തിട്ട് ഒരു നാച്ചുറൽ കളറ് എന്താ ഷെയ്ഡിങ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഫേസിൽ. അപ്പൊ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ഓൾസോ കുറച്ചും കൂടി സുഖമാണ്, അല്ലെങ്കിൽ ഒരു കൺട്രോൾ കിട്ടും ശരിക്കും പറഞ്ഞാല് ക്രീം കോൺടോർസ് യൂസ് ചെയ്യുമ്പോൾ. പക്ഷെ ഒരു ബിഗിനേഴ്സിന് ഞാൻ സജസ്റ്റ് ചെയ്യില്ല കേട്ടോ ക്രീം കോൺടോർ വാങ്ങാൻ വേണ്ടി. ഒരു ഇത്തിരി ചെയ്ത് പരിചയമുള്ള ആൾക്കാർക്കെങ്കിലും ക്രീം കോൺടോർസ് കുറച്ചും കൂടി സൗകര്യം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണം കേട്ടോ. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണത്. ആൻഡ് ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ഒരു ബേസ് ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്, കൺസീലർ ഉണ്ട്, കോൺടോർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ലൈറ്റ് ആയിട്ട്. ഇത് സ്റ്റേക്ക് വോക്കിന്റെ സെറ്റിംഗ് പൗഡർ ആണ് കേട്ടോ. ഇത് ബനാന സെറ്റിംഗ് പൗഡർ ആണിത്. ഇത് ഞാൻ കുറച്ചെടുത്തിട്ട് ഫസ്റ്റ് ഞാൻ എന്റെ കൺസീലർ അപ്ലൈ ചെയ്ത കണ്ണിന്റെ താഴത്ത് നല്ല കാര്യമായിട്ടല്ലെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ സ്ഥലത്തും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ കേട്ടോ.
ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ബിക്കോസ് നമ്മുടെ കോൺടോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പോവാൻ പാടില്ലല്ലോ. അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടോ, ഇപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി എനിക്ക് ഷെയ്ഡിങ്സ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, വേർപ്പിന്റെ മേലെ കൂടി ഞാൻ സെറ്റിംഗ് പൗഡർ ഇടുന്നത് ഒരു 2 minutes 1 minute കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സ്പഞ്ച് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് തട്ടി കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോ ചൂടെടുത്തിട്ടേ ഇത് ബ്രഷിലൊന്നും പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഞാനിത് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് ഓൾസോ ഇത് അത്യാവശ്യം നന്നായിട്ടുള്ള ഒരു സെറ്റിംഗ് പൗഡർ ആണ് കേട്ടോ. എനിക്കിത് നേരത്തെ ഇട്ടപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു ക്രീസ് ലൈൻസിലോട്ടൊന്നും വരുന്നില്ല. സോ ഇത് അത്യാവശ്യം നല്ലൊരു സെറ്റിംഗ് പൗഡർ ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ബിഗിനേഴ്സ് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും നല്ല കൺവീനിയന്റ് ആയിരിക്കും. റേറ്റും ലിങ്കും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒത്തിരി ഒരു ലൈറ്റ് നമ്മുടെ സ്കിൻ ടോണിന്റെ ഷെയ്ഡും ഉണ്ട്. അപ്പൊ പിന്നെ ഒട്ടും കുഴപ്പമില്ലല്ലോ. ഒരു സെറ്റിംഗ് കോമ്പാക്ട് ആയിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ ഒരു വൈറ്റിഷ് ലുക്കും നമ്മുടെ സ്കിന്നിൽ വരുന്നില്ല. എനിക്കിത് ഇഷ്ടമായി. ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ ഇനി നമ്മുടെ കയ്യിൽ ബ്ലഷ് ഒന്നുമില്ല. ഇതിന് ഹൈലൈറ്റർ സ്റ്റിക്ക് ആണുള്ളത് കേട്ടോ. അപ്പൊ നമുക്കിത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് പൊട്ടിക്കട്ടെ. ആക്ച്വലി ഇതിന് മുന്നേ കുറെ നാൾ മുന്നേ ഇവരുടെ തന്നെ ഈ ഹൈലൈറ്റർ സ്റ്റിക്ക് റിവ്യൂ ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. ഇങ്ങനെയാണ് ഈ സാധനം. ഇത് വെച്ച് നമുക്ക് ഇവിടെ കുറച്ച് ഹൈലൈറ്റർ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ ഇങ്ങനത്തെ സ്റ്റിക്ക് മാതിരി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിറച്ച് വന്നിട്ടുണ്ട്. ക്യാമറയിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇൻ റിയൽ കുറച്ചധികം കൂടുതൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ കുറച്ച് യൂസ് ചെയ്താൽ മതി കേട്ടോ. പക്ഷെ ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയാട്ടോ. നല്ല നാച്ചുറൽ ഫിനിഷ് ആണ്. ആൻഡ് ഇതൊരു ബ്ലൈൻഡിങ് ഹൈലൈറ്റർ അല്ല. നല്ല പാകത്തിനുള്ള ഒരു നാച്ചുറൽ. നമ്മളിപ്പോ എന്തെങ്കിലും ഡെയിലി CC ക്രീമോ ഒക്കെ ഇടുമ്പോഴത്തേക്കും ജസ്റ്റ് ഇതിന്റെ അടിയിലൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് അവിടെ ഇങ്ങനെ ഒന്ന് തേച്ചിട്ട് അതിന്റെ മേലെ കൂടെ CC ക്രീം ഒക്കെ ഇട്ട് പോയാൽ നമുക്കൊരു നാച്ചുറൽ ഒരു ഗ്ലോ വിത്ത് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ലുക്ക് കിട്ടും കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന വെച്ചാൽ എന്താണ്, ഇനി കുറച്ച് ഐ ഷാഡോസ് ഉണ്ട് എന്റെ കയ്യിൽ. അപ്പൊ ഇതാണ് എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള 2 എണ്ണം. ഒരെണ്ണം പൊട്ടിയിരിക്കണം. അപ്പൊ അത് ഞാൻ കാണിക്കണ്ട. ട്രാൻസിലിൽ പൊട്ടിയതായിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ എന്റെ കയ്യിലുള്ളത് കളേഴ്സ് 2 മൻഹട്ടൻ ആൻഡ് വാൾ സ്ട്രീറ്റ് ആണ്, 5ഉം 9ഉം. അപ്പൊ ഇതാ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതൊരു നല്ല 2 ഷെയ്ഡ്സ് കേട്ടോ. നല്ല ഭംഗിയാണ്. സോ ഇത് രണ്ടും ഷിമ്മറി ഷെയ്ഡാണ്. ഇതിന്റെ പിഗ്മെന്റേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ്. ഇത് നോക്കി. വാവ്, വെരി നൈസ്. ഇനി കണ്ണിലിട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് എങ്ങനെയുണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. സോ അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്നൊരു ക്രീസ് കളർ കൊടുക്കട്ടെ കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്നത് വാൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു 9 ആണ്. ഒരു കണ്ണിൽ അതും മറ്റേ കണ്ണിൽ മറ്റേതും ഇടാം. ഓ നൈസ്, വാവ്, നല്ല ബട്ടറി സോഫ്റ്റ് കേട്ടോ. ഓ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മോശമായിട്ടുണ്ട്. ഈസിലി ബ്ലെൻഡബിൾ, നല്ല സുഖത്തിന് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത്. ഇനി ഞാൻ നെക്സ്റ്റ് കളർ എടുത്തിട്ട്, അത് മൻഹാട്ടൻ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്, അതെടുത്ത് ഞാൻ ഇപ്പുറത്തെ കണ്ണിലിട്ട് നോക്കാം. അപ്പൊ നമുക്കറിയാലോ മൻഹാട്ടൻ ഒരു മടിയുണ്ടോ എന്നൊരു ഡൗട്ട്. നോക്കട്ടെ. മൻഹാട്ടൻ ഒരു കോപ്പറി ഷെയ്ഡാണ് കേട്ടോ. മൻഹാട്ടൻ ഇതിനെ വാൾ സ്ട്രീറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഇത്തിരി മടിയുണ്ട് ബ്ലെൻഡ് ആവാൻ വേണ്ടി. പക്ഷേ കുഴപ്പമില്ല. ഈ കളർ നല്ല രസമുണ്ട്. പക്ഷെ ഇത്തിരി ബ്ലെൻഡിങ് കുറവാണ്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഇത് കണ്ടില്ലേ, 2 കണ്ണിൽ 2 കളേഴ്സ് ആണ് ഇട്ടേക്കുന്നത്. നല്ല ഈസിലി ഇത് പ്രത്യേകിച്ച് ഈ വാൾ സ്ട്രീറ്റ് അല്ലേ, വാൾ സ്ട്രീറ്റ് 9 എന്ന് പറഞ്ഞ ഷെയ്ഡ് ഭയങ്കര ഈസിലി ബ്ലെൻഡ് ആവാനുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു ഇത്തിരി ബ്ലെൻഡ് ചെയ്യാൻ ഇത്തിരി മടിയുണ്ട് കേട്ടോ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല രസമുള്ള ഷെയ്ഡ്സ് ആണ്. കണ്ണ് 2 നന്നായിട്ടുണ്ട്. ഐ മീൻ ഈ ഐ ഷാഡോസ് അപ്ലൈ ചെയ്തേക്കുന്നതും അതിന്റെ ഭംഗിയും നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. നല്ല സ്മൂത്ത് ആയിട്ട് ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഐ മേക്കപ്പ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഓൾസോ ഞാൻ വേഗം പോയിട്ട് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ബിക്കോസ് എന്റെ കയ്യില് ഒരു എന്താ പറയാ ജെൽ ലൈനർ ഉണ്ട്. ആൻഡ് ഓൾസോ 2 ലിക്വിഡ് ലൈനേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത് എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിട്ട്. നമുക്ക് കുറച്ച് കളേഴ്സ് നോക്കാം. ഇതാണ് കേട്ടോ ഫസ്റ്റ് എന്റെ കയ്യിലുള്ള ബ്ലൂ, ഇതാണ് ഗ്രീൻ. ഓക്കെ, ഒരു വിങ് ലൈനർ എഴുതാൻ പോവാണേ. അപ്പോ ഇത് ഞാൻ വെച്ച് എഴുതി കഴിഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഇതിന്റെ വോണ്ട് ഒരു ഇത്തിരി കട്ടിയുണ്ട്.
കട്ടി ഉണ്ടെങ്കിലും നല്ല പ്രിസൈസ് ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ബുദ്ധിമുട്ടാവുന്ന വിചാരിച്ചത്, പക്ഷെ അത് വെച്ച് നമുക്കൊരു കൺട്രോൾ ഇട്ടിട്ടുണ്ട്, ഫ്ലിംസി ആയിട്ട് പോണില്ല. ആൻഡ് ഓൾസോ നല്ല പോയിന്റഡ് ആയിട്ട് തന്നെ ഈ ഒരു വിങ് ലൈനർ എഴുതാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് സമയം എടുത്തിട്ടാണ് ഇത് ഡ്രൈ ആവണത്, അത് മാത്രമാണ് ഇപ്പൊ സോഫാർ എനിക്ക് തോന്നിയേക്കുന്നത്. ഇനി നമ്മുടെ കയ്യില് 2 ലിപ്സ്റ്റിക്സ് ആണുള്ളത്. ഒന്നൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് ഇത്. ഇതിന്റെ കളർ കണ്ട് പേടിക്കുന്നത്, ഇതിന്റെ ഉള്ളിലുള്ള ഒരു നല്ലൊരു ബ്രൗൺ കളറാണ് കേട്ടോ. അതെ, ഇതൊരു ക്രീമി ലിപ്സ്റ്റിക് ആണെന്ന് വേണമെങ്കിൽ പറയാം. മാറ്റ് ആണെന്ന് ഞാൻ പറയണില്ല, ക്രീമി ആണ് എന്റെ ഫോമില്. അതിന് അടുത്തത് വന്നിട്ട് പേർപ്പിളിന്റെ തന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, എന്റെ പാക്കേജിങ് നല്ല ലക്ഷൂറിയസ് ആയിട്ടുള്ള പാക്കേജിങ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്. ഇതുണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അതിനുള്ളിലത്തെ നമുക്ക് പ്രൊഡക്റ്റിന്റെ കളർ കാണാം. ആൻഡ് ഡിന്നർ പാർട്ടീസ് ദാറ്റ് ഐ വോണ്ട് ടു റിപ്പീറ്റ് 7 ആണ് ഇതിന്റെ ഷെയ്ഡ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇട്ട് നോക്കട്ടെ. അപ്പൊ ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ്. വീഡിയോയിൽ കാണുന്നേക്കാളും കുറച്ചും കൂടി മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ന്യൂഡ് കളറാണ് കേട്ടോ. എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടു. ഇതൊരു ഡിന്നർ പാർട്ടീസ് ദാറ്റ് ഐ വോണ്ട് ടു റിപ്പീറ്റ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ട്രാൻസ്ഫർ ചെയ്ത് നോക്കാം. ഒന്നും ആയിട്ടില്ല, ട്രാൻസ്ഫർ ചെയ്യണില്ല കേട്ടോ. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മാറ്റാണ്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു മേക്കപ്പിന്റെ ഫസ്റ്റ് ബ്രഷ്. ഓൾസോ ഞാൻ ഒരു കാര്യം ആഡ് ചെയ്യാൻ മറന്നു. ഈ ഫേഷ്യൽ ഓയിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ ഇടുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഫ്ലോലെസ് ഫിനിഷ് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ മേക്കപ്പ് ലൈക്ക് ഈ ഓയിൽസ് ഉണ്ടല്ലോ, മേക്കപ്പ് പ്രൈമേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രൈമർ ഓയിൽസ് ഇല്ലേ, അത് നമ്മുടെ സ്കിന്നിന് ഒരു പ്രത്യേക ഭംഗി തരുന്ന ഒരു സാധനമാണ്. അത് നല്ല രസമായിട്ട് നമ്മുടെ ഫൗണ്ടേഷനെ ഗ്ലൈഡ് ഡൗൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല പ്രാവശ്യം മേക്കപ്പ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾ നന്നായിട്ട് സ്കിൻ കെയർ ചെയ്യണം, നന്നായിട്ട് സ്ക്രബ് ചെയ്യണം, അല്ലെങ്കിൽ ടോണർ ഇടണം, മോയ്സ്ചറൈസർ ഇടണം, പ്രൈമർ ഇടണം എന്നൊക്കെ പറയണത്. പക്ഷെ ഈ ഒരൊറ്റ സാധനം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല സീംലെസ്ലി നമ്മുടെ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ആയിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത്രയും ഓർത്തില്ല. ലിപ്സ്റ്റിക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവരുടെ ലിപ്സ്റ്റിക്സ് പൊതുവേ ഈ purple.com പേർപ്പിളിന്റെ ലിപ്സ്റ്റിക്സ് ഒരു രക്ഷയില്ലാത്ത ലിപ്സ്റ്റിക്സ് ആണ്. അവരുടെ ആ ഒരു ഫോമുല, അത് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണെങ്കിലും ലിപ് ക്രയോൺ ആണെങ്കിലും ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെങ്കിലും വേറെ ലെവൽ ഫോമിലാണ്. ആദ്യം അവർ ലോഞ്ച് ചെയ്ത ലിക്വിഡ് ലിപ്സ്റ്റിക് കുറച്ച് ഡ്രൈയിങ് ആയിരുന്നു, പക്ഷെ ഇത് അല്ല കേട്ടോ, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫോമിലാണ് ചുണ്ടിന്. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡ്. ഈ ഷെയ്ഡ് ആസസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണും നല്ല ബ്യൂട്ടിഫുൾ, എല്ലാ സ്കിൻ ടോണും അല്ല, ഫെയർ, മീഡിയം, വീറ്റിഷ് സ്കിൻ ടോൺ വരെയുള്ള ആൾക്കാർക്ക് നന്നായിട്ട് ഇത് ചേരും. ഇച്ചിരി ഡസ്കി ആയിട്ടുള്ള ആൾക്കാർ ഇത് അധികം ട്രൈ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ചിലപ്പോൾ ഡൾ ആക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യുക. ഒരു പ്രൊഡക്റ്റും കൂടി ഉള്ളത്, എനിക്ക് ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്റ്റേക്ക് വർക്കിന്റെ ഐ ആം ഡൺ വിത്ത് യു നെയിൽ പോളിഷ് റിമൂവർ ആണ് കേട്ടോ. ഇത് നോക്കിയത് എന്താ അടിപൊളി സാധനം അറിയോ. ആക്ച്വലി ഇങ്ങനത്തെ പല ബ്രാൻഡ്സിന്റെയും ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ കയ്യിൽ തിരിക്കില്ലേ. ഇതിന് ആകെ 180 രൂപയുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഐ ആം ഡൺ വിത്ത് യു നെയിൽ പോളിഷ് റിമൂവർ. ഡെഫിനറ്റ്ലി നെയിൽ പോളിഷ് റിമൂവർ. ഇങ്ങനെ എടുത്ത് പഞ്ഞിയിൽ തുടക്കില്ല, ഇതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ചുറ്റിച്ചാൽ മതി. അപ്പൊ ഇതെന്തില്ലേ ഇങ്ങനെ വെക്കുന്നു. എന്റെ ടിങ് 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 ആൻഡ് ഐ ആം ഡൺ വിത്ത് യു. കണ്ടില്ലേ, ഐ ആം ഡൺ വിത്ത് യു. ഓ ദേക്കടാ, ആകെ ഒരു 3 times ഞാൻ ട്വിസ്റ്റ് ചെയ്തുള്ളൂ. എനിക്ക് അതുകൊണ്ട് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിക്കോസ് എനിക്ക് നെയിൽ പോളിഷ് മാറ്റാൻ വേണ്ടി ഭയങ്കര മടിയാണ്. മാറ്റി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇടത്തൂല്ല. ഇപ്പൊ എന്റെ നെയിൽ പോളിഷ് ഗെയിം ഭയങ്കര ഈസി ആക്കിയേക്കാണ് ഈ ഒരു നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ട്. 101% ഐ റെക്കമെൻഡ്. ആൻഡ് ഓൾസോ ഇനിയാണ് ഇതേ വാങ്ങിക്കുള്ളൂ. അപ്പൊ ഇന്ന് ഇത്രയും പ്രൊഡക്ട്സ് നമ്മൾ എന്താ പറയുക റിവ്യൂ ചെയ്തിട്ടുണ്ട്. റിവ്യൂ ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈമർ ഓയിൽ ഫോർ ഷോർ. ദിസ് ഇസ് സോ ഗുഡ് കേട്ടോ. നമ്മുടെ സ്കിന്നിൽ ഇതിട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല ഫ്ലോലെസ് ആയിട്ട് ഇരിപ്പുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഇത് എന്തായാലും 101% ഞാൻ റെക്കമെൻഡ് ചെയ്യും എല്ലാവർക്കും. നെക്സ്റ്റ് സാധനം നെയിൽ പോളിഷ് റിമൂവർ. നമ്മുടെ കുറെ പണി കുറച്ച് തരുന്ന സാധനം ഈ നെയിൽ പോളിഷ് റിമൂവർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നെക്സ്റ്റ് വൺ ഇത് എന്താ ഇതിന്റെ പേര്, 2 ലിപ്സ്റ്റിക്കും സോ ഗുഡ്. ഓക്കെ, ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെങ്കിലും ഈ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണെങ്കിലും ഷെയ്ഡ് വൈസ് ആണെങ്കിലും ഫോർമുല വൈസ് ആണെങ്കിലും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കംഫർട്ടബിൾ ആണ്, നല്ല ഷെയ്ഡ്സ് ആണ്. പിന്നെ ബനാന പൗഡർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ 2-3 പ്രാവശ്യം യൂസ് ചെയ്ത് കണ്ടിട്ട് ഇറ്റ് സോ ഗുഡ്. ഒട്ടും ക്രീസിങ് വരുന്നില്ല, നല്ല ഫ്ലോലെസ് ആയിട്ട് ഇരിപ്പുണ്ട്. ബേസ് നന്നായിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂട്ടോ, നമ്മുടെ ബേസിന്റെ ഒരു പരിപാടി. പിന്നെ ഡെഫിനറ്റ്ലി ഈ ഒരു 2 ഐ ഷാഡോ പാലറ്റ്സ്, കുഞ്ഞിത് 125 ആണ് സിംഗിൾ ഐ ഷാഡോ പാലറ്റ്, ബട്ട് സ്റ്റിൽ ഇത് നല്ലതാണ് കേട്ടോ. പക്ഷെ ഇതിന്റെ മാറ്റ് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇത് ഷിമ്മറിയാണ്, പക്ഷെ ഇത് അടിപൊളി സാധനം കേട്ടോ. നല്ല ബട്ടറി മെൽറ്റ് ആവുന്നുണ്ട്. പിന്നെ ഇത് ഓൾറെഡി ട്രൈ ചെയ്തതായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. നല്ലൊരു നാച്ചുറൽ ഫിനിഷ് തരാൻ വേണ്ടി പറ്റിയ ഒരു ഹൈലൈറ്റർ സ്റ്റിക്ക് ആണ്.
ഓൾസോ ഈ കളേർഡ് ഐലൈനേഴ്സ് ഉണ്ടല്ലോ അതും നല്ല ഉണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്ട്സ് വല്ലതും വാങ്ങാനോ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് എല്ലാ ലിങ്കും ഡീറ്റെയിൽസും പ്രൈസും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അഫോർഡബിൾ ആണ്. പേർപ്പിളിന്റെയും ഷേക്ക് വർക്കിന്റെ ഒക്കെ പ്രൊഡക്ട്സ് ആയതുകൊണ്ട് കട്ട് അഫോർഡബിൾ ആണ്. ആൻഡ് ഓൾസോ സോ ഗുഡ്, അടിപൊളി പ്രൊഡക്ട്സ് ആണ് എല്ലാം. അപ്പോ എല്ലാത്തിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പ്ലസ് റിവ്യൂ കൈൻഡ് ഓഫ് ഒരു വീഡിയോ ആയിരുന്നു, കുറച്ചധികം മേക്കപ്പ് പ്രൊഡക്ട്സിന്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ എന്നുള്ളതെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് പറയുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇവിടെ തൊട്ട് താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആഷ് ഫാം മെമ്പറിൽ ജോയിൻ ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാൻ. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.